അതെ, നമുക്ക് കേരളം വിട്ടിട്ട് കുറച്ച് സമയത്തേക്ക് ജപ്പാൻ വരെ ഒന്ന് പോയി വന്നാലോ? വേറൊന്നുമല്ല, ജപ്പാൻ നല്ല വൃത്തിയുള്ള രാജ്യമാണെന്നല്ലേ പറയുന്നത്. അവരുടെ ക്ലീനിങ് ടിപ്സ് ഒന്ന് സെർച്ച് ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളടുത്തും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാ ഈ വീഡിയോ. ആ രീതികൾ അങ്ങ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ ചില ശീലങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷേ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കൊൻമാരി മെത്തേഡ് എന്നാണ് കാണുന്നത്. അതായത് പേര് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര എന്തോ സംഭവമാണെന്ന് വിചാരിക്കും. ഒന്നുമില്ല, നമ്മളെന്നും ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമ്മളിൽ ആർക്കെങ്കിലും കണ്ണ് കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ലിമിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് നമ്മളിപ്പം അടുക്കളയിലെ പാത്രങ്ങളൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേണ്ടാത്തതായിരിക്കും. പെട്ടെന്നത് കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നിയിട്ട് നമ്മളങ്ങ് വാങ്ങും. എന്നിട്ടോ ഉപയോഗിക്കില്ല, വെറുതെ അത് ഷെൽഫിൽ വെക്കലായിരിക്കും. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും പെട്ടെന്ന് അങ്ങ് വാങ്ങിക്കൂട്ടും. എന്നിട്ട് നമുക്ക് വീടിങ്ങനെ നിറയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു കൊൻമാരി മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഈ ജപ്പാൻകാർ അവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്നറിയോ? അവർക്കിപ്പം എന്തെങ്കിലും ഒരു സാധനം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് ചിന്തിക്കും, അത് നമുക്ക് വേണ്ടതാണോ അല്ലയോ എന്ന്. അപ്പോൾ എന്താ അത് അവർക്ക് വേണ്ടെങ്കിൽ അവർ ഒന്നുകിൽ അത് ആവശ്യമുള്ള ആൾക്കാർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊടുക്കും, അതും അല്ലെങ്കിൽ ഒഴിവാക്കും. അങ്ങനെ വേണ്ടാത്ത സാധനങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ക്ലിയർ ചെയ്ത് പോവുക. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ഡംപ് ചെയ്യുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ശീലം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ആദ്യം വാങ്ങുന്നതിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. പിന്നെ അങ്ങനെ അളവ് കുറച്ചാൽ തന്നെ വീട്ടിൽ അധിക സാധനങ്ങൾ നിറയില്ലല്ലോ. നിറഞ്ഞാൽ തന്നെ വൃത്തിയാക്കുന്ന സമയത്ത് വേണ്ടെങ്കിൽ 2-3 തവണ ആലോചിച്ചിട്ട് അത് ഒഴിവാക്കുവോ, വേറെ ആൾക്ക് കൊടുക്കുവോ, റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുവോ, അങ്ങനെയൊക്കെ നമുക്ക്. ഞാനിപ്പം സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ കുറച്ച് പിശുക്കാണെങ്കിലും ചിലതുണ്ടാവും, നമ്മൾ നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതായത് പ്ലാസ്റ്റിക്കിൻ്റെയും ബോട്ടിലൊക്കെ, അതൊക്കെ കഴുകി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും വക്ക് പൊട്ടിയതാണെങ്കിലൊക്കെ അങ്ങ് വെക്കും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അതെല്ലാം ഒന്ന് നോക്കുക, എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞാനും ഇവിടെ നിന്ന് അങ്ങ് ക്ലിയർ ചെയ്യാൻ പോവുകയാണ് എല്ലാം. പിന്നെ വേറൊന്നുണ്ട്, ഇനിയിപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ജപ്പാൻകാരങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേണ്ടാന്ന് തോന്നിയത് ഒറ്റയടിക്ക് ഒഴിവാക്കിയിട്ട് നാളെ എങ്ങാനായിരിക്കും ഹസ്ബൻഡോ മക്കളോ ചോദിക്കുക, അമ്മ അല്ലെങ്കിൽ എടാ നീ ആ സാധനം കണ്ടോ, അത് എവിടെ പോയത്? അപ്പോഴത്തേക്ക് നമ്മൾ ഒഴിവാക്കി പോയിട്ടുണ്ടാകും. പിന്നെ കുടുംബകലഹം ഉണ്ടായിട്ട് എന്നെ പറയരുത്. എനിക്കിപ്പം വേണ്ടാന്ന് തോന്നുന്നതെല്ലാം ഞാനിപ്പോൾ മാറ്റിയിട്ട് പുറത്ത് വെക്കും. 2-3 ദിവസം പുറത്ത് തന്നെ വെക്കും കേട്ടോ. കാരണം എങ്ങാനും വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇത് എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെടുത്തങ്ങ് കൊടുക്കാമല്ലോ. വലിയൊരു ഒച്ചയാനൊക്കെ അതിനെക്കുറിച്ചിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഒഴിവാക്കും. കാരണം നമുക്ക് പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമല്ലോ, അവർക്കങ്ങ് കൊടുക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തുണികൾ കുറേ കരിമ കുത്തിയതൊക്കെ ഉണ്ടാവില്ലേ, കീറിയത്, അതെല്ലാം നമ്മൾ അങ്ങനെ അങ്ങ് വെക്കും. എല്ലാം കൂടെ ഇടകലർത്തിയിട്ടൊക്കെ വെക്കും. അപ്പം ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോള് ഒരു ഡ്രസ്സ് ഒഴിവാക്കാൻ സമ്മതിക്കില്ല കേട്ടോ. എത്ര ചീത്തയായാലും അല്ലെങ്കിൽ ടൈറ്റ് ആയാലും അതെനിക്ക് വേണം എന്ന് പറയും, പക്ഷെ ഉപയോഗിക്കുകയില്ല. അപ്പം ഞാനിപ്പോൾ ചെയ്തത് അവൾക്ക് വേണ്ടുന്നത് മാത്രം എടുത്ത് വെച്ചിട്ട് അവൾക്ക്, അതായത് അവൾ ഇടില്ല എന്ന് എനിക്കറിയാവുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് വേറൊരു കള്ളിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി കുറച്ച് ദിവസവും കൂടെ കഴിഞ്ഞിട്ട് അവൾക്കത് വേണ്ടാന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഒഴിവാക്കും. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഡ്രസ്സൊക്കെ ഉണ്ട് ഇങ്ങനെ വേണ്ടാത്തത്. പിന്നെ ഇതൊക്കെ ഡ്രസ്സൊക്കെ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർ വരുമല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ. ഇതിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിമാർ വന്നു കേട്ടോ. അപ്പം ഇത് സാധാരണ മാസത്തിൽ ഒരു തവണ ഇത് കളക്ട് ചെയ്യാൻ വരുമല്ലോ, അപ്പോൾ തന്നെ ഞാൻ അതെല്ലാം അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ അകവും പുറവും ഒക്കെ നമുക്ക് ഒറ്റയടിക്കങ്ങ് വൃത്തിയാവുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കബേർഡോ ഷെൽഫൊക്കെ എടുത്ത് തുറന്ന് നോക്കിയാൽ കല്യാണ കത്ത് വരെ, അതായത് 5-6 മാസം മുന്നേയുള്ള കല്യാണക്കുറി ഉണ്ടാവില്ലേ, അതുവരെ അതിലൊക്കെ ഉണ്ടാവും. നമ്മൾ അപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ അരിച്ചു പെറുക്കിയാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി കളയാം. അതുപോലെ തന്നെ പിള്ളേരുടെ സ്റ്റഡി റൂമോ അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളും സാധനങ്ങളും വെക്കുന്ന ഏരിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവും ഒഴിവാക്കാൻ. പിന്നെ അവരെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ചെയ്യേണ്ട, നമ്മൾക്ക് അവരുടെ അടുത്തും കൂടെ ചോദിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അപ്പോൾ അല്ല, ഇതിപ്പം വെക്കേഷനും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഈ ഭാഗമൊക്കെ ക്ലിയർ ചെയ്യാം. ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ, പുതിയ ക്ലാസ് അല്ലേ, അപ്പോൾ നമുക്കെല്ലാം നല്ല വൃത്തിയിൽ അടുക്കി പെറുക്കി വെക്കാമെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം അവരും കൂടെ നമ്മുടെ കൂടെ കൂടും. പിന്നെ എൻ്റെ മോളിപ്പം കൂടെ വന്നിട്ടുണ്ട്, അവൾക്ക് വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല, അവൾ അപ്പുറത്തുനിന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടാളും കൂടെ ഇതെല്ലാം ഒന്ന് അങ്ങ് വൃത്തിയാക്കി വെക്കുക. അപ്പം അവരുടെ ഈ കൊൻമാരി മെത്തേഡ് എന്ന് പറയുന്നത് ഇത് പറഞ്ഞുകൊണ്ടിട്ട് വേണ്ടാത്ത സാധനങ്ങൾ ഒഴിവാക്കുക. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഡെയിലി ബേസ്ഡ് ക്ലീനിങ്. അതായത് ദിവസവും ക്ലീൻ ചെയ്യുക. ദിവസവും പെരുമാറുന്ന കുറച്ച് ഏരിയാസൊക്കെ ഉണ്ടാവില്ലേ, അത് പണി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ കൗണ്ടർ ടോപ്പും നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ആയിരിക്കില്ലേ.
പാചകം കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട. അപ്പം തന്നെ രാവിലത്തെ ബാച്ച് കഴിഞ്ഞാൽ അന്നേരം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഉച്ചക്കത്തെ കഴിഞ്ഞാൽ അപ്പം ക്ലീൻ ചെയ്യുക. ഇനിയിപ്പോൾ അതെല്ലാം എല്ലാം കൂടെ ലാസ്റ്റ് വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും നമുക്ക് വീട്ടിലൊരാൾ കയറി വരിക. അപ്പോൾ അടുക്കളയിൽ വരുമ്പോൾ ഇത്രയും ഇങ്ങനെ വൃത്തികേടായിട്ട് കാണുമ്പോൾ ഒരു എന്താ പറയുക, മറ്റുള്ളവർ കാണാനല്ല, നമുക്കും ഇപ്പോൾ രാവിലത്തെ കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒന്നും ഇല്ലാതെ ഉച്ചയ്ക്ക് അടുക്കളയിൽ വീണ്ടും വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എപ്പോഴും പണി കഴിഞ്ഞാൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാം ഒന്നങ്ങ് വൃത്തിയാക്കുക. ഇങ്ങനെ സൊല്യൂഷനൊന്നും എപ്പോഴും വേണമെന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാൽ തന്നെ വൃത്തിയാവില്ലേ. കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ പലർക്കും പല രീതിയിലായിരിക്കും. ചിലർ എടുത്ത പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകിയിട്ട് അവിടെ വെക്കും. ചിലരാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാത്രം കഴുകാൻ നിൽക്കും. അതെല്ലാം ഓരോരുത്തരുടെ ശീലങ്ങളാണ്, അതൊന്നും മാറ്റണമെന്നൊന്നല്ല പറയുന്നത്. പക്ഷേ എന്താണെങ്കിലും അടുക്കളയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ചാടുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അതുവരെ ചെയ്ത പണികളെല്ലാം വൃത്തിയിൽ അടുക്കി പെറുക്കി വെച്ചിട്ട് ഇനിയും നമ്മൾ ഇറങ്ങേണ്ടത് അടുക്കളയിൽ തന്നെയാണെന്നുള്ള ബോധത്തോടെ അവിടുന്ന് പുറത്തേക്ക് ചാടുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കാൻ തോന്നും. ഇത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്. ഈ ഒരു ഡിഷ് വാഷ് ട്രേ ഇല്ലേ, പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ട്രേ, എനിക്കിപ്പം ചെറിയ അടുക്കള ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ഉള്ളത് ഭയങ്കര ഉപകാരം കേട്ടോ. കാരണം വെള്ളം എല്ലാം നന്നായിട്ട് അത് ആ ട്രേയിലേക്ക് വരികയും ചെയ്യും. പിന്നെ എനിക്കത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ കബേർഡിൽ എടുത്ത് വെക്കുകയും ചെയ്യാമല്ലോ. കാരണം വേറെ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഒരു വാഷ് ബേസിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതായത് നൈറ്റിലുള്ള ക്ലീനിങ്ങിൽ നമ്മൾ ഡെയിലി എല്ലാ രാത്രിയും നമ്മൾ അടുക്കള വൃത്തിയാക്കും, അതുപോലെ ഡൈനിങ് ടേബിൾ തുടക്കും. അതിൻ്റെ ഓളത്തിൽ തന്നെ ഈ വാഷ് ബേസിനും കൂടെ ഒന്നങ്ങ് കഴുകുന്നത് നന്നായിരിക്കും. അതിപ്പോൾ ഹാൻഡ് വാഷ് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് അടിയിൽ തന്നെ ഒരു ബ്രഷും വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടേ അല്ല. അപ്പം നമ്മുടെ ഡെയിലിയുള്ള ക്ലീനിങ്ങിൽ ഇത് നടക്കുകയും ചെയ്യും. എപ്പോഴും ഈ ഒരു ഭാഗം നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവിടെ കൈ തുടക്കാൻ വെക്കുന്ന ടർക്കിയൊക്കെ 1-2 ദിവസം കൂടുമ്പോൾ തന്നെ അത് നമ്മൾ അലക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ തോർത്തൊക്കെ അലക്കാനിടില്ലേ, ആ സമയത്ത് അതും കൂടെ അങ്ങ് എടുത്തിടുക. പിന്നെ അടുത്തതാണ് 1 ടച്ച് റൂള്. ഇത് ഈ പറഞ്ഞ മാതിരി ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് മോളുമായിട്ട് എപ്പോഴും അടിയുണ്ടാക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന്. അതായത് എടുത്ത സാധനങ്ങൾ എടുത്തെടുത്തിൽ വെക്കില്ല. അത് ഞാനിപ്പോൾ അടുക്കളയിൽ നിന്ന് എല്ലാ പണിയും കഴിഞ്ഞ് ഇറങ്ങി ചിലപ്പോൾ എൻ്റേതായ കാര്യങ്ങൾ എഡിറ്റിങ്ങിനൊക്കെ ഇറങ്ങി പിന്നെ താഴേക്ക് വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡ് വെള്ളം കുടിച്ചിട്ട് അത് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടാവില്ല. ഒന്നുകിൽ ഡൈനിങ് ടേബിളിൽ വെക്കുക, അല്ലെങ്കിൽ സോഫേൻ്റെ ടീപ്പോയിൻ്റെ മേലിൽ. എന്നിട്ട് മോളെടുത്ത് പറയും നീ ഒന്ന് കഴുകി വെക്കുക എന്ന് പറയും. എന്നിട്ടോ മോളും കഴുകി വെക്കില്ല. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എത്ര വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങോട്ട് വരുന്നത്, എന്തെന്നാന്ന് നിങ്ങൾക്കെല്ലാം കൂടെ ഒന്ന് ചെയ്തുകൂടെ, ഞാൻ മാത്രം ചെയ്യണോ, ഇങ്ങനെ വീട്ടിലടി ഉണ്ടാകുന്നൊരു വിഷയം. മോള് പറയുന്നത് കേൾക്കണം, ഇതെന്താ മ്യൂസിയമാണോ, അമ്മ എന്തെന്നായത് ഇങ്ങനെ വൃത്തി അങ്ങനെ എനിക്കൊരു സൈക്കോ പോലെ ആക്കിയിട്ട് തീർക്കുകയും ചെയ്യും. പക്ഷേ അത്രയ്ക്ക് വൃത്തിയൊന്നും എനിക്കും ഇല്ല. പക്ഷേ എടുത്ത സാധനങ്ങൾ ആ എടുത്ത ആൾക്കാരൻ്റെ എടുത്ത സ്ഥലത്ത് വെക്കണം. അത് എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ അതാ പറയുക, നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി, എല്ലാം ഞാൻ വൃത്തിയായിക്കോളാം. പക്ഷേ എടുത്ത സാധനം എടുത്തിടത്തിൽ വെക്കണം. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം നെയിൽ കട്ടർ കാണുന്നില്ല. നെയിൽ കട്ടർ വെക്കാനുള്ള ആ ഒരു പാത്രത്തിൽ നെയിൽ കട്ടറില്ല. പക്ഷേ ഇത് മുന്നേ എടുത്തിട്ട് എവിടെയോ കൊണ്ടുവച്ചത്, അവസാനം ഏതോ ഷെൽഫിൻ്റെ അടിയിൽ നിന്ന് അങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇതുപോലെയുള്ള അവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇനി അവരുടെ അടുത്ത ഒരു മെത്തേഡ് ടോപ്പ് ടു ബോട്ടം ക്ലീനിങ്ങാ. ഒന്നുമില്ല, ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പണ്ടൊക്കെ, അതായത് കല്യാണത്തിന് മുന്നേ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ സ്റ്റഡി റൂമിൻ്റെ മുകളിലൊക്കെ വണ്ണാമല കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെട്ടെന്ന് എടുത്ത് തട്ടും. പക്ഷേ അമ്മ അടിച്ചു വാരി തുടച്ചിട്ടുണ്ടാവും. അന്നേരം അമ്മ പറയും ഇത് ഞാൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നിനക്ക് ചെയ്തുകൂടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പറയും അത് ഞാൻ അവിടെ ഒന്നും കൂടെ ഒന്നങ്ങ് അടിച്ചു വാരി തുടക്കാമെന്ന്. പക്ഷേ അന്നത് അമ്മേൻ്റെ അടുത്ത് തർക്കുത്തരം പറയുകയാണെങ്കിലും ഇപ്പോൾ എനിക്കറിയാം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. ഈ മുകളിൽ നിന്ന് താഴേക്ക് തുടങ്ങുമ്പോഴാണ് ക്ലീനിങ് കറക്റ്റ് ആവും. അപ്പം നമ്മളിപ്പോൾ ഫാൻ അതിൽ പൊടി മുട്ടുകയാണെങ്കിൽ ആ ഫാനിൻ്റെ പൊടിയൊക്കെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ ആ പൊടിയൊക്കെ നമ്മുടെ ജനലിൻ്റെ മേലെയൊക്കെ ഉണ്ടാവും. അപ്പം ആദ്യം ഫാന്, പിന്നെ ആ ചുമര്, പിന്നെ ജനൽ, അതിൻ്റെ താഴെ അങ്ങനെ പൊടി മുട്ടി എടുത്താൽ മാത്രമേ നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിലൊന്നും വൃത്തിയാവും. പിന്നെ ഫാന് തുടക്കണമെങ്കിൽ ഇതുപോലെ പൊടി തട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പം നനഞ്ഞ തുണി കൊണ്ട് തുടക്കുകയാണ്. അപ്പോൾ ലേഡറൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ലേഡർ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഇവിടുത്തെ സോഫ സെറ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇതിങ്ങനെ കഷ്ണമാണ്. അതുകൊണ്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ചായിട്ട് എനിക്ക് നീക്കി ചെയ്യാൻ പറ്റും. ഭയങ്കര സുഖമായി. ഇതായതുകൊണ്ട് തന്നെ കാണുമ്പോൾ റൂം നിറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ഇത് വൃത്തിയാക്കുന്ന സമയത്ത് നല്ല എളുപ്പമാണ്. പിന്നെ അറിയാലോ ഇപ്പോൾ ചൂടും കൂടെ ആയതുകൊണ്ട്
ഫാൻ ഇടാതെ നമ്മൾ എന്തായാലും ഇരിക്കില്ല. അപ്പോൾ ഫാൻ ഇടുമ്പോൾ മുടിയും പൊടിയും കൂടെ എല്ലാം ഏതെങ്കിലും മൂലക്കിലാണ് പോയിരിക്കുക. അപ്പം ഇതിപ്പോൾ സോഫയുടെ ഉള്ളിൽ തന്നെ നമ്മൾ എന്നും അടിച്ചുവാരി തുടക്കുന്ന വീടാണെങ്കിലും അല്ലെങ്കിൽ അത്രയും വൃത്തിയിൽ കൊണ്ടു നടക്കുന്നതാണെങ്കിലും ഇതുപോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ സോഫയൊക്കെ നീക്കുമ്പോഴായിരിക്കും എത്രയാ പൊടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക, മുടിയൊക്കെ. ഇതെല്ലാം ഈ വീട്ടിൽ തന്നെ ഉള്ളതാണോ എന്നാണ് നമ്മൾ ആ സമയത്ത് വിചാരിക്കുക. ഞാൻ എന്നും അടിച്ചു വാരുന്നതല്ലേ, എന്നും തുടക്കുന്നതല്ലേ, എന്നിട്ട് എന്ത് പൊടിയാന്നുള്ളത് വിചാരിക്കും. പിന്നെ നിങ്ങൾ ആരെങ്കിലും പുതിയ വീടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഷെൽഫ് മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ഇത് ഭയങ്കര ഓപ്പൺ ആണ്, നല്ല സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. അന്നേ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞതാണ് ഗ്ലാസ് ഉള്ളത് ഷെൽഫൊക്കെ മതിയെന്ന്. പക്ഷേ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്, ഇതാണ് സ്റ്റൈൽ എന്ന് പറയും. പക്ഷേ ഈ പൊടി മുട്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഇത്തിരി പണിയുള്ള കാര്യം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇതും കൂടെ ചെയ്യണ്ടേ. പിന്നെ വീട്ടിൽ സഹായത്തിന് ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും കൂടെ ചെയ്യുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇതിപ്പം ഇത് കാണുന്നവർ വിചാരിക്കുകയോ ചേച്ചി തന്നെയാണോ എല്ലാ പണികളും ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇത് ക്ലീനിങ് ഞാൻ തന്നെയാണ് ചെയ്യുക കേട്ടോ. പക്ഷേ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്നാൽ ഹസ്ബൻഡിന് കുക്കിംഗ് ഇഷ്ടമാണ്. അപ്പോൾ അത് മൂപ്പര് വേണമെങ്കിൽ അധികവും ചെയ്യും. വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കലൊക്കെ അവർ ചെയ്യും. പക്ഷേ ക്ലീനിങ് എപ്പോഴും ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. മോളും ഈ പറഞ്ഞ മാതിരി അവളുടെ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി കൂടും. അല്ലാതെ അങ്ങനെ എത്ര പറഞ്ഞാൽ ചെയ്യും, അല്ലാതെ നമ്മളെല്ലാം പോലെ ഇങ്ങനെ കണ്ടറിഞ്ഞ് അവൾ ചെയ്യുന്നില്ല. ചിലപ്പം ആ ഒരു ശീലം വരുമായിരിക്കും. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പോഴല്ലേ അവരൊക്കെ ഇങ്ങനെ ഫ്രീ ആവും മക്കളൊക്കെ, നമ്മളും നമ്മുടെ കല്യാണത്തിൻ്റെ മുന്നേ ഒക്കെ ഇങ്ങനെ ഒരുപാട് പണിയൊന്നും എടുക്കാറില്ലല്ലോ. നമ്മുടെ മൂഡ് പോലെ എന്തെങ്കിലും അമ്മേനൊക്കെ സഹായിക്കുക അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. അവർ വേറൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ അവർ ജോലി സ്ഥലത്ത് പോവുകയാണെങ്കിലോ അവർക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് മാറ്റങ്ങൾ വരും. ഇപ്പം നമ്മുടെ അടുത്ത് ഉള്ള സമയത്ത് മക്കൾ അവർ റിലാക്സ് ആയിട്ട് ഇരുന്നോട്ടെ, ഇടയ്ക്ക് ഞാൻ അങ്ങനെയും വിചാരിക്കും. അല്ല പറഞ്ഞ് ജപ്പാനിൽ നിന്ന് വിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നുപോയി തിരിച്ച് ജപ്പാനിൽ തന്നെ പോവാം അല്ലേ. അവരുടെ അടുത്ത മെത്തേഡ് ഫുറോഷിക്കി മെത്തേഡ്. ഫുറോഷിക്കിയാണോ അതെനിക്കറിയില്ല കേട്ടോ കൃത്യമായിട്ട് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളത്. ഒന്നുമില്ല, അവർ എന്താ നമ്മൾ പ്ലാസ്റ്റിക് കവർ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അതിന് പകരം അവർ തുണി കൊണ്ട് പൊതിയുന്ന ഒരു രീതിയാണ്. എല്ലാം ഇങ്ങനെ തുണി കൊണ്ട് പൊതിഞ്ഞ് വെക്കും. പക്ഷേ അതെനിക്ക് അത്ര ഓക്കെ അല്ല. കാരണം ഈ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ തുണി കൊണ്ട് ബുക്കൊക്കെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭംഗിയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യമുള്ളതൊക്കെ അത് ജപ്പാൻ്റെ ഈ ഒരു കാര്യം സ്റ്റഡി ചെയ്തതിന് ശേഷമല്ല, അതിന് മുന്നേ വീട് മാറിയ സമയത്ത് തന്നെ പഴയ ഒരു ഫോട്ടോസൊക്കെ ഇങ്ങനെ പുറത്ത് വന്ന ഈർപ്പം തട്ട് മോശമാവില്ലേ, അതൊക്കെ ഇങ്ങനെ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് ഇങ്ങനെ വെക്കലുണ്ട്. ഇനിയിപ്പോൾ പേപ്പർ കവർ കൊണ്ട് കാർബൺ ആവുമോ എന്നുള്ള അറിയില്ല. തുണി ഉപയോഗിച്ചിട്ട് അതൊക്കെ പൊതിയണം. അവർ തുണി കൊണ്ട് പൊതിയുന്നത് അതിൻ്റെ ഉള്ളിലൊന്നും പൊടി കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എക്കോ ഫ്രണ്ട്ലി ആവുമല്ലോ, അതുകൊണ്ടാണ്. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാം നമുക്ക് അതേപോലെ അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. അതുപോലെ തന്നെ അങ്ങ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വേറൊന്നാണ് മിനിമൽ ക്ലീനിങ് സപ്ലൈസ്. അതായത് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മിനിമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ബ്രഷും ടൂളും കാര്യങ്ങളും മാത്രം ഉപയോഗിക്കുക എന്നാണ് അവർ പറയുന്നത്. അവർ ഒരു വാക്യൂം ക്ലീനർ കൊണ്ട് വീട് മൊത്തം വൃത്തിയാക്കും. പക്ഷേ നമുക്കത് പറ്റില്ലല്ലോ. ഇപ്പോൾ വാഷ് ബേസ്, നമ്മുടെ ടോയ്ലറ്റിലെ വാഷ് ബേസിൻ തേച്ച് കഴുകുന്ന ആ ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ അടുക്കള സിങ്ക് തേച്ച് കഴുകില്ലല്ലോ. അപ്പം നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് അത് മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. എന്നാലും നമ്മൾ ബ്രഷും കാര്യങ്ങളുടെ എണ്ണമൊക്കെ മാക്സിമം ചുരുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ക്ലീനിങ് സൊല്യൂഷൻ്റെ കാര്യം, ഇപ്പോൾ നമ്മുടെ സിങ്ക് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ്, നമ്മുടെ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കാൻ വേറൊന്ന്, കണ്ണാടി തുടക്കാൻ വേറൊന്ന്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബേക്കിംഗ് സോഡയും വിനാഗിരിയും പിന്നെ ഇത്തിരി ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് ഭാഗവും വൃത്തിയാക്കാൻ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതിയാവും. അപ്പോൾ ഈ ജപ്പാൻകാരുടെ ഈ ഒരു രീതി നമ്മൾ ഒട്ടുമിക്കതും ചെയ്യുന്നതായിരിക്കും. എന്നാലും ഓരോന്നോരോന്നായിട്ട് ഓർത്ത് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുമല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും വിട്ടുപോലെ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ പറയണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്